ഇന്നലത്തെ സർവേ ഫലങ്ങൾ എടുക്കൂ. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ ഭരണം പൂർത്തിയാക്കിയ ഒരു സർക്കാരിനെതിരെ ജനവിരുദ്ധ വികാരമുണ്ടെങ്കിൽ നോക്കൂ, ഇന്നലത്തെ എല്ലാ സർവേയും എടുത്ത് പരിശോധിച്ചാൽ ഏതാണ്ട് ശരാശരി 75-76 സീറ്റ് വേണം ഭരിക്കാൻ. മാക്സിമത്തിൽ പോയാൽ 75ലേക്ക് എത്താൻ കഴിയുന്ന ശരാശരിയാണ് പൊതുവായി നമുക്ക് കാണാൻ കഴിയുക. അത്ര ഉണ്ടാക്കിയാൽ മതിയോ? കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയ ഒരു പ്രതിപക്ഷത്തിന് 3 മാസം കഴിഞ്ഞ് നടക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 75 സീറ്റ് കിട്ടിയാൽ മതിയോ? പോരാ. അപ്പൊ ജനം അവരുടെ കലിയെല്ലാം ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുത്തി അങ്ങ് തീർത്തു. അതിനുശേഷം വീണ്ടും അജണ്ട റീസെറ്റ് ചെയ്യാൻ സർക്കാരിന് പറ്റിയെന്നല്ല ഈ തെരഞ്ഞെടുപ്പ് ഫലം ഈ പ്രവചനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. 76-75 ശരാശരി. പിന്നെ ഇന്നലെ വന്ന സി വോട്ടറിന്റെ ഫലം പരിശോധിക്കുക. പലയിടത്തും നാരോ എഡ്ജിലാണ് UDF വിജയിക്കാൻ പോകുന്നത്. നേരിയ മുൻതൂക്കം പ്രവചിക്കുന്നു. എന്ന് വെച്ചാൽ അവിടെയെല്ലാം ഏത് നിലയ്ക്കുമുള്ള മാറ്റത്തിന്റെ സാധ്യതയുണ്ട് എന്ന് നമ്മൾ കാണുകയാണ്. പിന്നെ ഈ പറയുന്ന വോട്ടിംഗ് ശതമാനം എടുത്തു മാറ്റി വെച്ചിട്ട് ഓരോ വോട്ടിംഗ് ശതമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സീറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അശാസ്ത്രീയ പ്രശ്നവും അതിനകത്തുണ്ട്. അപ്പൊ ഞാൻ കാണുന്ന ഒരു സംഗതി അതായത് 10 വർഷത്തിന് ശേഷവും സർക്കാരിനെതിരെ ഇത്ര വലിയ പ്രചാരണങ്ങൾ ഉണ്ടായിട്ട് ഇത്ര വലിയ ഏകീകരണം ഉണ്ടാവുന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടും 75ന്റെ പരിസരത്ത് മാത്രമേ സീറ്റ് ഒപ്പിക്കാൻ കഴിയുന്നുള്ളൂവെങ്കിൽ ടുഡേയ്സ് ചാണക്യ പോലെ ആക്യുറസിയുടെ കാര്യത്തിൽ പേരുകെട്ട ഒരു ഏജൻസി വന്നിട്ട് ഇവിടെ ഒരു തൂക്ക് സഭയുടെ സാധ്യത ഉണ്ട് എന്ന് പ്രവചിക്കുന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ തുടരാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് ഞാൻ പറയുക.